ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻസസ് ആണല്ലേ. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം ടെൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരൊറ്റ ക്ലാസ് ആയിട്ട് നമ്മൾ 4 പാർട്ടുകൾ കംപ്ലീറ്റഡ് ആക്കുകയാണ്. വളരെ സിമ്പിളായ മെത്തേഡാണ് അത്. ടെൻസസ് മാത്രമല്ല, നമുക്ക് സംസാരിക്കേണ്ട ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ ഈ ടെൻസസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. വളരെ സിമ്പിളായ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്നലത്തെയും മിനിയാന്നത്തെയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കാണുക കേട്ടോ. വളരെ വ്യൂസ് കുറവാണ് ഈ 2 വീഡിയോസ് ചെയ്തിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻസ് എന്ന് പറയുമ്പം എല്ലാവർക്കും കുറച്ച് ബാക്കോട്ടായിരിക്കും. പക്ഷേ ഈ ടെൻസസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഗ്രാമർ, അതുപോലെ ഓക്സിലറീസ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്താലേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പം ആണെന്ന് പറയാൻ വേണ്ടിയിട്ടും ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസസ് പഠിക്കുന്നത്. അല്ലാതെ ഒരുപാട് ഗ്രാമർ ബേസ് ചെയ്ത് പഠിക്കുകയല്ല, അത്യാവശ്യമായിട്ടുള്ള ഗ്രാമറാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ എല്ലാ ടെൻസൊന്നും ആയിട്ടില്ല, ആകെ പ്രസൻറ്റ് ടെൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക, അതുപോലെ ലൈവിൽ വരാം ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. പ്രസൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിലും 4 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പക്ഷേ ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നൊരു കാര്യം ഞാൻ ചെയ്യും, ഞാൻ പറയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമുക്ക് അവിടെ ഒരു ഓക്സിലറി വേണം. ഏതാണ്? വില്ലും ഷാളും ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഷാളും അല്ലാതെ ആരും യൂസ് ചെയ്യാറില്ല, വില്ല് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഷാൾ യൂസ് ചെയ്യും, IV എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയൊക്കെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും ഷാൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് വില്ല് മാത്രമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെടുത്ത വേർബ് അതായിരുന്നു, ബൈ ആയിരുന്നു അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ പറയുകയാണ്, ഞാൻ വാങ്ങും, അവൾ വാങ്ങും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്, അതായത് ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത് അല്ലേ. ഫ്യൂച്ചറിൽ നമ്മളൊരു കാര്യം ചെയ്യും, ഫ്യൂച്ചറിൽ നമ്മളൊരു കാര്യം വാങ്ങും, ഒരു കാര്യം പറയും. ഇങ്ങനെ പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വില്ല്, വിൽ ബി. വിൽ ബി കഴിഞ്ഞതിന് ശേഷം വിൽ ഹാവ്, അതിനുശേഷം വിൽ ഹാവ് ബീനാണ്. പക്ഷേ മീനിങ് ഒക്കെ ഒരുപോലെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ മറ്റ് 2 ടെൻസുകളും പറഞ്ഞതുപോലെ അത് തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്ക് വില്ല് യൂസ് ചെയ്ത് തന്നെ നമുക്കിതൊക്കെ പറയാനായിട്ട് പറ്റും. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്കവിടെ വിൽ ഹാവും വിൽ ബിയും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസ് നോക്കാം. അതിനു മുമ്പ് നമ്മൾ വിൽ സിമ്പിൾ ഫ്യൂച്ചറിലെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോമാണ് കേട്ടോ. വിൽ എന്ന് പറയുന്ന ഓക്സിലറിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? V1 ഫോമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ വാങ്ങും. വാങ്ങുക എന്നുള്ള വെർബാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ വാങ്ങും എങ്ങനെ പറയും? സബ്ജക്റ്റ് ഞാനാണ്, പിന്നെ ഓക്സിലറി വില്ലാണ്. I will buy. ഫസ്റ്റ് ഫോർ ബൈ ആണ്. അപ്പം I will buy, ഞാൻ വാങ്ങും. ഞാൻ നാളെ ഒരു കാറ് വാങ്ങും. എങ്ങനെ പറയാം? ഞാൻ നാളെ ഒരു കാറ് വാങ്ങും. എങ്ങനെ പറയും? I will buy a car tomorrow. I will buy a car tomorrow. ഞാൻ നാളെ ഒരു കാറ് വാങ്ങും. ഇനി അത് ഷീ ആയാലും ഇറ്റ് ആയാലും ഹി ആയാലും ഒക്കെ ഇതിന് തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. വേറെ സെൻറ്റൻസ് നോക്കൂ. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് TV വാങ്ങും അല്ലേ. നമ്മൾ പറയാറുണ്ടല്ലോ, വരാനിരിക്കുന്നൊരു കാര്യമാണ്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് TV വാങ്ങും. എങ്ങനെ പറയാ? ഞാനാണ് സബ്ജക്റ്റ്. I will buy the TV in 2 weeks.
ഇൻ 2 weeks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതിന് ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ടി വി വാങ്ങും. ഐ വിൽ ബൈ ദ ടി വി ഇൻ 2 weeks. ഓക്കെ, നെക്സ്റ്റ് അവൾ കാർ വാങ്ങും. ഷീ വിൽ ബൈ ദ കാർ. ഷീ വിൽ ബൈ ദ കാർ. അവൾ കാർ വാങ്ങും. അവൾ 2 ആഴ്ചക്കുള്ളിൽ കാർ വാങ്ങും എന്നാണെങ്കിലോ, നേരത്തെ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഇൻ 2 weeks എന്ന് പറഞ്ഞു. എന്നാൽ അവൾ 2 ആഴ്ചക്കുള്ളിൽ കാർ വാങ്ങും. അവൾ 2 ആഴ്ചക്കുള്ളിൽ കാർ വാങ്ങും. അവൾ വാങ്ങും. ഷീ വിൽ ബൈ ദ കാർ. ഷീ വിൽ ബൈ ദ കാർ ഇൻ 2 weeks. കഴിഞ്ഞിട്ടായാലും 2 ആഴ്ചക്കുള്ളിലായാലും ഇൻ 2 weeks എന്ന് തന്നെയാണ്. അപ്പം ഷീ വിൽ ബൈ ദ കാർ ഇൻ 2 weeks. അവൾ 2 ആഴ്ചക്കുള്ളിൽ കാർ വാങ്ങും. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാം. ഇപ്പം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ 2 ആഴ്ച ആകുമ്പോഴേക്കും ഫീസ് അടയ്ക്കുമോ? നിങ്ങൾ 2 ആഴ്ച ആകുമ്പോഴേക്കും ഫീസ് അടയ്ക്കുമോ? ഇവിടെ വെർബ് മാറിയിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ച ആകുമ്പോഴേക്കും, ഇവിടെ ഈ ആകുമ്പോഴേക്കും നേരത്തെ 2 ആഴ്ചക്കുള്ളിൽ, 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻ 2 weeks ആണെങ്കിൽ 2 ആഴ്ച ആകുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ 2 ആഴ്ച ആകുമ്പോഴേക്കും ഫീസ് അടയ്ക്കുമോ എന്നാണ് വരാനിരിക്കുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പറയും? വിൽ യു പേ ദ ഫീ ബൈ 2 weeks. വിൽ യു പേ ദ ഫീ ബൈ 2 weeks എന്നാണ്. ബൈ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആകുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ 2 ആഴ്ചക്കുള്ളിൽ, 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കവിടെ ഇന്ന് യൂസ് ചെയ്യാം. 2 ആഴ്ച ആകുമ്പോഴേക്കും, അതുപോലെ 2 മണിക്കൂർ ആകുമ്പോഴേക്കും, ഈ ആകുമ്പോഴേക്കും എന്ന് പറയുമ്പോൾ അവിടെ ബൈ യൂസ് ചെയ്യുക. വിൽ യു പേ ദ ഫീ ബൈ 2 weeks. 2 ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ ഫീസ് അടയ്ക്കുമോ? ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അവർ 2 ദിവസത്തിനകം കാറ് വാങ്ങില്ലേ? അവർ 2 ദിവസത്തിനകം കാറ് വാങ്ങില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇരിക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. 2 ദിവസത്തിനകം കാറ് വാങ്ങില്ലേ? സബ്ജക്റ്റ് അവരാണ്. സബ്ജക്റ്റ് ഇവിടെ ഒരു പ്രശ്നമല്ല കേട്ടോ. നമ്മൾ പാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഇവിടുത്തെ ഓക്സിലറിയുടെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? വില്ലാണല്ലേ. അപ്പോൾ വില്ലിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴ് അത് ക്വസ്റ്റ്യൻ ആയത് കൊണ്ട് എന്തായിരിക്കും? ഫസ്റ്റിൽ ഓക്സിലറി വരും. വോണ്ട് ദേ ബൈ ദ കാർ ഇൻ 2 days. ഇൻ 2 days, 2 ദിവസത്തിനകം. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട്, 2 ദിവസം ഉള്ളിൽ, 2 ദിവസത്തിനകം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഇൻ എന്ന് യൂസ് ചെയ്തുകൊണ്ട് പറയാം. അപ്പം വോണ്ട് ദേ ബൈ ദ കാർ ഇൻ 2 days. അവർ 2 ദിവസത്തിനകം കാറ് വാങ്ങില്ലേ? അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യന് പഠിച്ചല്ലോ. അപ്പം ഇതാണ് നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി വിൽ ബി എന്നാണ്. ഇപ്പം നമ്മൾ ഈസാറാമ് വാസ് വേറൊക്കെ യൂസ് ചെയ്തതുപോലെ തന്നെ വില്ലിൻ്റെ കൂടെ ഒരു ബി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പറയുമ്പോഴും വില്ല് പറയുമ്പോഴൊക്കെ ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. എന്നാലും നമ്മൾ ഗ്രാമർ പഠിക്കുമ്പം ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ing ഫോം, വെർബിൻ്റെ ing ഫോം. കാരണം വിൽ ബി എന്ന് വന്നിട്ടുണ്ട്. ബി ഉണ്ടായിരിക്കുമ്പോൾ നമ്മളവിടെ വെർബിന് ing ഫോം യൂസ് ചെയ്യണം. ഇതാണ് സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എന്നാണ്. അപ്പം ആണ് ഈസാറാമ്, ആയിരുന്നു വാസ് വേർ, വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആയിരിക്കും അല്ലേ? അവൻ ആയിരിക്കും, ഹി വിൽ ബി. അവൻ വാങ്ങിയിരിക്കും, ഹി വിൽ ബി ബൈയിങ്. അവൾ വാങ്ങിയിരിക്കും, ഷീ വിൽ ബി ബൈയിങ്. ഇങ്ങനെയാണ് പറയേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കൂ. അവൾ ഫോൺ വാങ്ങുകയായിരിക്കും, അവൾ ഫോൺ വാങ്ങുകയായിരിക്കും, ഷീ വിൽ ബി ബൈയിങ് ദ ഫോൺ. ഷീ വിൽ ബി ബൈയിങ് ദ ഫോൺ. അവൾ ഫോൺ വാങ്ങുകയായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ആണ്, അവർ ടി വി വാങ്ങുകയായിരിക്കുമോ? സബ്ജക്റ്റ് പ്രശ്നമല്ല കേട്ടോ. അവർ ടി വി വാങ്ങുകയായിരിക്കുമോ? എങ്ങനെ പറയും? അപ്പോൾ അവർ ടി വി വാങ്ങുകയായിരിക്കുമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ എന്താണ് പറയേണ്ടത്? വില്ലാണ് നമ്മൾ ഓക്സിലറി അല്ലേ? വിൽ ദേ ബി ബൈയിങ് ദ ടി വി.
വിൽ ദേ ബി ബൈങ് ദി ടി വി, അവർ ടി വി വാങ്ങുകയായിരിക്കുമോ. ഓക്കെ, നെക്സ്റ്റ്, ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ വീട് വാങ്ങിയിരിക്കില്ല. അതായത് വീട് വാങ്ങില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വില്ല് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് നമ്മളവിടെ പറയുന്നു ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ വീട് വാങ്ങിയിരിക്കില്ല എന്നെങ്ങനെ പറയാ. ഇവിടെ നെഗറ്റീവാണ് പറയുന്നത്. വി വോണ്ട് ബി ബൈങ് എ ഹൗസ് ഇൻ 2 months, അല്ലേ? ഇൻ 2 months, 2 മാസത്തിനകം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി വോണ്ട് ബി ബൈയിങ് എ ഹൗസ് ഇൻ 2 months, ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ വീട് വാങ്ങിയിരിക്കില്ല. ഇവിടെ വോണ്ട് ബി എന്നുള്ളിടത്ത് വോണ്ട് ബൈ എന്ന് മാത്രം യൂസ് ചെയ്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി വോണ്ട് ബി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വെർബ് ബൈയിങ് എന്ന് തന്നെ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ വിൽ ബി യൂസ് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. വില്ലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഓക്സിലറി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സ്ട്രക്ചറിനനുസരിച്ച് നമ്മൾ പറയുന്നു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്, വിൽ ബി എന്ന്. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ്, അല്ലേ? ഉണ്ടാകും, ഉണ്ട് പ്രസൻ്റ് ആണ്, ഉണ്ടായിരുന്നു പാസ്റ്റ് ആണ്. ഇനി എന്താ പറയാൻ പോകുന്നത്? ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും, അല്ലേ? ഒരു വസ്തു ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെ പറയാം? അപ്പം സെൻറ്റൻസ് നോക്കൂ. ഇപ്പം നമ്മൾ വെർബ് മാറ്റാം. അവർ എത്തിയിട്ടുണ്ടാകും, അവർ എത്തിയിട്ടുണ്ടാകും. അവരാണല്ലോ. ദേ വിൽ ഹാവ് അറൈവ്ഡ്, ദേ വിൽ ഹാവ് അറൈവ്ഡ്, അവർ എത്തിയിട്ടുണ്ടാകും. അവർ വാങ്ങിയിട്ടുണ്ടാകും. എങ്ങനെ പറയാം? ദേ വിൽ ഹാവ് ബോട്ട്, ദേ വിൽ ഹാവ് ബോട്ട്, അവർ വാങ്ങിയിട്ടുണ്ടാകും. നാളെ ഈ സമയത്ത് ഞാൻ കാറ് വാങ്ങിയിട്ടുണ്ടാകും, നാളെ ഈ സമയത്ത് ഞാൻ കാറ് വാങ്ങിയിട്ടുണ്ടാകും. ബൈ ദിസ് ടൈം, അല്ലെ? ഈ സമയത്ത് ബൈ ദിസ് ടൈം. ബൈ ദിസ് ടൈം ടുമോറോ, നാളെ ഈ സമയത്ത്, ഈ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബൈ ദിസ് ടൈം. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ബോട്ട് ദ കാർ. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ബോട്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ടാകും ദ കാർ, കാറ് വാങ്ങിയിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ഒരു വസ്തു ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ വാങ്ങിയിട്ടുണ്ടാകും, അല്ലേ? നാളെ ഈ സമയത്ത്, അല്ലെങ്കിൽ മറ്റന്നാൾ ഈ സമയത്ത്, അല്ലെങ്കിൽ 2 ആഴ്ച ഈ സമയത്ത്, ഇങ്ങനെ പറഞ്ഞോട് പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത മാസം അവൾ ഫോൺ വാങ്ങിയിട്ടുണ്ടാകും. അടുത്ത മാസം അവൾ ഫോൺ വാങ്ങിയിട്ടുണ്ടാകും. അവളാണ് സബ്ജക്റ്റ്, സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല. She will have bought the phone next month. She will have bought the phone next month. അടുത്ത മാസം അവൾ ഫോൺ വാങ്ങിയിട്ടുണ്ടാകും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾ നാളെ ഈ സമയത്ത് വീട് വാങ്ങിയിട്ടുണ്ടാകുമോ? നിങ്ങൾ നാളെ ഈ സമയത്ത് വീട് വാങ്ങിയിട്ടുണ്ടാകുമോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കുക? നാളെ ഈ സമയത്താണ്. അപ്പം ഈ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബൈ ദിസ് ടൈം ടുമോറോ. അപ്പം നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഇവിടെ ക്വസ്റ്റ്യൻ ആയത് കൊണ്ട് തന്നെ വിൽ യു ഹാവ് ബോട്ട് ദ ഹൗസ് ബൈ ദിസ് ടൈം ടുമോറോ? വിൽ യു ഹാവ് ബോട്ട് ദ ഹൗസ് ബൈ ദിസ് ടൈം ടുമോറോ? നാളെ ഈ സമയത്ത് നിങ്ങൾ വീട് വാങ്ങിയിട്ടുണ്ടാകുമോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രക്ചർ ഒന്ന് പഠിച്ചിരിക്കുക. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമോ, പറഞ്ഞിട്ടുണ്ടാകുമോ, പോയിട്ടുണ്ടാകുമോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൽ ഹാവ്. സബ്ജക്റ്റ് വിൽ ഹാവ് V3. ഇത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രക്ചറും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ പറയാനുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അല്ലേ? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പം നമ്മൾ പ്രസൻറ്റിൽ പഠിച്ചു, പാസ്റ്റിൽ പഠിച്ചു, ഫ്യൂച്ചറിലൂടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാണ്? സബ്ജക്റ്റ് വിൽ ഹാവ് ബീൻ,
വിൽ ഹാവ് ബീൻ. ഇവിടെ സബ്ജക്റ്റ് ഏതായാലും നമുക്ക് ഹാസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വില്ലിൻ്റെ കൂടെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പെർഫെക്റ്റിലും പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഡൗട്ട്സ് ഒന്നും വേണ്ട. ഇനി നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് സിൻസും ഫോറും. നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലൊക്കെ പറഞ്ഞതുപോലെ പ്രസൻറ്റിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റൻസ് ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വരാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് വിൽ ഹാവ് ബീൻ ആണ് അല്ലേ? വില്ല് വേണം കേട്ടോ. അപ്പോൾ ഐ വിൽ ഹാവ് ബീൻ പഠിപ്പിക്കുക ടീച്ചാണ്. അതിന് ING ഫോം വരുമ്പോൾ ടീച്ചിങ് ആകും. അപ്പോൾ ഞാൻ രാവിലെ മുതൽ എന്നുണ്ട്. മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ പറയാം? ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അവൾ 2 മണിക്കൂറായിട്ട് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവളാണ് സബ്ജക്റ്റ്. അവൾ 2 മണിക്കൂറായിട്ട് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോഴോ 2 മണിക്കൂറായിട്ട് ഇവിടെയാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യേണ്ടത്. അവളാണ് സബ്ജക്റ്റ്. ഷീ വിൽ ഹാവ് ബീൻ ഡ്രൈവിംഗ് for 2 hours. She will have been driving for 2 hours. അവൾ 2 മണിക്കൂറായിട്ട് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളെ ഫ്യൂച്ചർ ടെൻസ് ഇതോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞു, ഫ്യൂച്ചർ പെർഫെക്റ്റ് പറഞ്ഞു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു. സിമ്പിളാണ് കേട്ടോ. മറ്റേതിൻ്റെ ഒന്നും പോലെ നമ്മൾ ആവേശിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വില്ല് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കെല്ലാം പറയാം. വിൽ ബി പറയണമെന്ന് നിർബന്ധമില്ല, അതുപോലെ വിൽ ഹാവ് യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു സാധനം നമുക്ക് ഉണ്ടാകും, വാങ്ങിയിട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുമ്പം നമുക്കവിടെ വിൽ ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് കംപ്ലീറ്റഡ് ആക്കി 4 പാർട്ട് കഴിഞ്ഞു, പാസ്റ്റ് കംപ്ലീറ്റഡ് ആക്കി 4 പാർട്ട് കഴിഞ്ഞു, ഫ്യൂച്ചറിൽ 4 പാർട്ടും കഴിഞ്ഞു. ഇത് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ടെൻസസ് കണ്ടുകൊണ്ട് ആരും വീഡിയോ കാണാതിരിക്കേണ്ട. ടെൻസസ് മസ്റ്റാണ്. ടെൻസസിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു രൂപമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് പാർട്ട് ചെയ്യുകയാണെങ്കിൽ 12 പാർട്ട് ഞാൻ ചെയ്തിരിക്കണം. അത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒറ്റ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് കഴിഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. അതിന് മുന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ പ്രസൻറ്റിനുള്ള കാര്യങ്ങൾ പറയാനായിട്ടും പറ്റും. അപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ഓക്സിലറിയും ഇത്രയും കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഇനി ഇതുപോലെ മസ്റ്റ് ഹാവ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ മസ്റ്റ് ഹാവ് തന്നെയാണ് ഈ വിൽ ഹാവ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കി പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നതും വിൽ ഹാവ് യൂസ് ചെയ്യുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, അത് നിർബന്ധമാണ്. ആ ഒരു ഘട്ടമുണ്ടല്ലോ, അവിടെ നമ്മൾ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ വിൽ ഹാവ് യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെയും യൂസ് ചെയ്യാം അല്ലേ? ഞാൻ നാളെ പോയിട്ടുണ്ടാകും. ഐ മസ്റ്റ് ഹാവ് ഗോൺ എന്ന് പറയാം. ഐ വിൽ ഹാവ് ഗോൺ എന്നും പറയാം. ഇത് ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ മസ്റ്റ് ഹാവിൻ്റെ സ്ഥാനത്ത് മസ്റ്റ് ഹാവ് തന്നെ യൂസ് ചെയ്യണം, വിൽ ഹാവിൻ്റെ സ്ഥാനത്ത് വിൽ ഹാവ് തന്നെ യൂസ് ചെയ്യണം. എല്ലാവർക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് മസ്റ്റ് ഹാവും വിൽ ഹാവും. ഈ മസ്റ്റ് ഹാവും വിൽ ഹാവും ഒരു ഡിഫറൻസും ഇല്ല, ഒരേ മീനിങ് ആണ്, ഒരേ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് മസ്റ്റ് ഹാവ് V3 ഫോം, സബ്ജക്റ്റ് വിൽ ഹാവ് V3 ഫോം. പക്ഷെ മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിത ഘട്ടം എന്നാണ് അല്ലേ? മസ്റ്റായിട്ടും അത് ചെയ്തിരിക്കണം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? മസ്റ്റ് ഹാവ് എന്ന് പറയാം. അല്ലെങ്കിൽ ചുമ്മാ പറയുകയാണെങ്കിൽ വിൽ ഹാവ് എന്ന് പറയാം. സംസാരത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ലൈവിൻ്റെ കാര്യം ആരും മറക്കണ്ട. ലൈവ് ഞാൻ ചെയ്യും, ഇന്നലെ ചെയ്യണം കരുതിയതാണ്. അപ്പോൾ ഈ 3 വീഡിയോസ് ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലൈവാണ് ചെയ്യാനുള്ളത്.
അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഉണ്ടാകും, ഉറപ്പ് പറയാൻ വയ്യ. കാരണം റേഞ്ചും കറണ്ടിനും ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഒരു ദിവസം ചെയ്യും. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.